ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് LDC എക്സാമിന് വരുന്ന LDC എക്സാമിനും അതേപോലെ തന്നെ CPO WCP എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ തിരഞ്ഞെടുത്താണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം കേട്ടോ. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായി പുതിയ നിയമിതനായതാരാണ്? അജിത് കുമാർ മൊഹന്തി കേട്ടോ. ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തിയാണ്. അജിത് കുമാർ മൊഹന്തി. അടുത്ത ചോദ്യം: പാരീസ് ഒളിമ്പിക്സിൽ ബോക്സിങ്ങിൽ മെഡൽ നേടുന്നവർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷൻ കേട്ടോ. അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷൻ ആണ്. അടുത്ത ചോദ്യം: റിസർവ് ബാങ്കിൻ്റെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് പ്രവാഹ്. റിസർവ് ബാങ്കിൻ്റെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലാണ് പ്രവാഹ്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയതന്ത്രജ്ഞയാണ് വിക്ടോറിയ ഷീ. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI നയതന്ത്രജ്ഞയാണ് ആരെന്ന് പറഞ്ഞാൽ വിക്ടോറിയ ഷീ. അടുത്ത ചോദ്യം: 2024 മെയ്യിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി. 2024 മെയ്യിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. അടുത്ത ചോദ്യം: പോക്സോ നിയമത്തെക്കുറിച്ച് കേരള നിയമവകുപ്പ് പുറത്തിറക്കിയ ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. പോക്സോ നിയമത്തെക്കുറിച്ച് കേരള നിയമവകുപ്പ് പുറത്തിറക്കിയ ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ആധാരമാക്കി പുറത്തിറങ്ങുന്ന ചലച്ചിത്രമാണ് ഇതുവരെ. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ആധാരമാക്കി പുറത്തിറങ്ങുന്ന ചലച്ചിത്രമാണ് ഇതുവരെ കേട്ടോ. ഇതുവരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം: 2024 മാർച്ചിൽ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് വന്യജീവി സംഘർഷമാണ് കേട്ടോ. 2024 മാർച്ചിൽ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് എന്തിനാണ്? വന്യജീവി സംഘർഷം. അടുത്തത്: സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി കേട്ടോ. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയമിച്ച കമ്മിറ്റി ഏതാണ്? ഖാദർ കമ്മിറ്റിയാണ്. ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? പൊൻവാക്ക്. പൊൻവാക്ക്. കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? ഐറിസ് കേട്ടോ. ഐറിസ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം KTCT സ്കൂളിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ഏതാണ്? ഐറിസ് ആണ്. ഐറിസ്. അടുത്ത ചോദ്യം: ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്താൻ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം ആപ്പ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്താൻ ആരംഭിച്ച ആപ്പ് ഏതാണ്? ഹരിതമിത്രം ആപ്പ്. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി കേട്ടോ. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി. നേർവഴി. അടുത്തത്: ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ശരണബാല്യം. ശരണബാല്യം. ഇപ്പം നേർവഴി എക്സൈസ് ആണ് വിദ്യാലയങ്ങളിൽ. ശരണബാല്യം സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലചൂഷണം തടയാനായിട്ട്. അടുത്ത ചോദ്യം: APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ഓംബുഡ്സ്മാൻ ആരാണ്? ഡോക്ടർ ധർമ്മരാജ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാൻ ആണ് ആര്? ഡോക്ടർ ധർമ്മരാജ്. ആദ്യ ഓംബുഡ്സ്മാൻ ആണ് കേട്ടോ ഡോക്ടർ ധർമ്മരാജ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ നഗരമാണ് കൊച്ചി.
ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ നഗരം ഏതാണ്? കൊച്ചിയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മറയൂർ. സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മറയൂരാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ്? പുന്നപ്ര പറവൂരിലാണ്. പുന്നപ്രയിലെ ആലപ്പുഴയിലെ പുന്നപ്രയിലെ പറവൂരിലാണ് വന്നത് കേട്ടോ. പറവൂർ, പുന്നപ്രയിലെ പറവൂരിൽ, ആലപ്പുഴ ജില്ലയിലാണ് നൈലോൺ നൂൽ ഫാക്ടറി. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട്. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ കോഴിക്കോടാണ്. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഇ സർട്ടിഫിക്കറ്റ് നൽകിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. രാജ്യത്ത് ജില്ലാതലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. രാജ്യത്ത് ജില്ലാതലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. DRDO അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിതയാണ് ഷീന റാണി കേട്ടോ. DRDO അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിതയാരാണ്? ഷീന റാണി. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായതാരാണ്? സാറ ജോസഫ് കേട്ടോ. സാറ ജോസഫാണ്. എസ്തർ എന്ന നോവലിനാണ് ലഭിച്ചത്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായതാരാണ്? സാറ ജോസഫാണ്. എസ്തർ എന്ന നോവലിനാണ് ലഭിച്ചത്. 24ാമത്തെ ചോദ്യം അടുത്തത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ട് നിയമിതനായതാരാണ്? ചുമതലയേറ്റതാരാണ്? വി ഹരി നായരാണ്. ചുമതലയേറ്റതാണ് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. വി ഹരി നായർ കേട്ടോ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റവരാണ് വി ഹരി നായർ. അടുത്ത ചോദ്യം. 2023 മാതൃഭൂമി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? സക്കറിയ കേട്ടോ. 2023 മാതൃഭൂമി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സക്കറിയയാണ്. സക്കറിയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളുമുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളും ഉള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2024 മാർച്ചിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ലൈം എന്ന രോഗം റിപ്പോർട്ട് ചെയ്തത്? എറണാകുളം. 2024 മാർച്ചിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ലൈം എന്ന രോഗം റിപ്പോർട്ട് ചെയ്തത്? എറണാകുളമാണ്. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം? നേപ്പാൾ. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? നേപ്പാൾ. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതയാണ് കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയൻ. 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന രാജ്യമാണ് ജപ്പാൻ. 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാൻ.